അസ്സലാമു അലൈക്കും. ഇവിടെ നിങ്ങളല്ലാതെ വേറെ ആണുങ്ങളായിട്ട് ആരും ഇല്ലേ? എന്താ വെച്ചാൽ ഞാനൊരു കാരുണ്യ പ്രവർത്തനമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ സഹായിക്കാനായി എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് വരുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ്. എന്തും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ആണുങ്ങളായിട്ട് ആരുമില്ല മോനെ, ഞാനും എൻ്റെ ഈ മോള് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മുതലൊക്കെ കണ്ടമാനുണ്ട്, നോക്കിക്കൊണ്ടുവരാൻ ആരുമില്ല. പിന്നെ ഇവിടെ ഇപ്പൊ പോയിട്ട് 30 കൊല്ലം പോലായി, ഇവർക്കൊരു വിവരം എവിടെയെന്ന് തന്നെ അറിയണില്ല. പിന്നെപ്പോ എന്താ ചെയ്യാ? മോളെ ഒരു 50 ഉറുപ്പിക എടുത്ത് കൊടുക്ക്. അങ്ങനെയാണ് കഥ അല്ലേ? ബേജാറാവൊന്നും വേണ്ട. അത് ഈ കുറെ ആൾക്കാർ, പഴയ ആൾക്കാർ പാകിസ്ഥാൻ ജയിലിൽ കൊണ്ട് കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അതെന്തായാലും വരും, വരാതിരിക്കൂല. ആയിക്കോട്ടെ, ശരി എന്നാ ശരി, ഞാൻ പോട്ടെ. ഓക്കെ മോളെ. ആരാണ്? പോയി ഇന്റെ ഉപ്പേ? അപ്പൊ എനിക്ക് എത്ര ഉപ്പാണ്? ഉമ്മ എന്താ മോളെ, എത്ര ഉപ്പുണ്ട്? ഇന്റെ ഉപ്പെന്നും പറഞ്ഞിട്ട് ഒരാളുടെ നിൽക്കും. ഞാൻ തന്നെ 30 കൊല്ലം മുന്നേ ഞാൻ അവിടുന്ന് പോയതാണ്. ഞാൻ പാകിസ്ഥാനിൽ കുടുങ്ങി, അവിടെ ജയിലിലായിരുന്നു. അപ്പൊ അവിടുന്ന് തന്നെ വിട്ടതാണ്. അപ്പൊ ഉമ്മ ആ ഉത്തുള്ളപ്പ ഏതാണ്? ആരാണ്? എന്താ വേണ്ട എനിക്ക്? എന്താ എന്റെ പ്രശ്നം? അതിലെടുത്ത് ഈ നായിൻ്റെ മുകളിൽ കയറി കൂടിയല്ലേ ഉടച്ചവനെ. ഞാൻ 30 കൊല്ലം മുന്നേ ഇവിടുന്ന് പോയ ഇവിടെ മാപ്പിള ജാരാ ചോദിക്കാന്. അപ്പൊ ഞാൻ ഇവിടെ ആരാളാ നായിൻ്റെ മോനെ? ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ വന്നിട്ട്, പുരുഷന്മാരില്ലാത്ത വിരൽ വന്നിട്ട്, സ്ത്രീകൾ മാത്രമുള്ള വിരൽ വന്നിട്ട്, അവർക്ക് ഭർത്താക്കന്മാരുണ്ടോ ഇല്ലാത്ത എല്ലാം അറിഞ്ഞു പോയതിനു ശേഷം ഇവിടെ വന്നിട്ട് തട്ടിപ്പാർത്ത് നായിൻ്റെ മോനെ. അവിടെ നായിൻ്റെ മോനെ കുറച്ചോനെ എന്റെ വേഗമൊക്കെ ഇവിടെ തടി വെച്ച പുല്ലിട്ടുണ്ടായിരുന്നു. കുറച്ചോനെ